കടൽ വഴി ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള കരാറിനെ കോൺട്രാക്റ്റ് ഓഫ് ഫ്രൈറ്റ്മെന്റ് അല്ലെങ്കിൽ ചരക്ക് കരാർ എന്ന് പറയുന്നു. ചരക്കുനീക്കത്തിന് 2 തരത്തിലുള്ള കരാറുകളുണ്ട്. ചാർട്ടർ പാർട്ടി. ഒരു നിർദ്ദിഷ്ട കാലയളവിലേക്കോ യാത്രയ്ക്കോ വേണ്ടി ഒരു കപ്പൽ ഉപയോഗിക്കുന്നതിനുള്ള ഒരു കരാർ. ബിൽ ഓഫ് ലേഡിംഗ്. ഒരു പ്രത്യേക യാത്രയിൽ ചരക്ക് കൊണ്ടുപോകുന്നതിനുള്ള കരാർ. ഒരു പ്രത്യേക കാലയളവിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക യാത്രയ്ക്കോ ഒരു കപ്പൽ വാടകയ്ക്കെടുക്കുന്നതിന് ഒരു കപ്പൽ ഉടമയും ഒരു ചാർട്ടറും തമ്മിലുള്ള കരാറാണ് ചാർട്ടർ പാർട്ടി. കപ്പൽ വിശദാംശങ്ങൾ, ചാർട്ടർ കാലയളവ് അല്ലെങ്കിൽ യാത്രാ വിശദാംശങ്ങൾ, ചരക്ക് നിരക്കും പേയ്മെന്റ് നിബന്ധനകളും, ചരക്ക് വിശദാംശങ്ങൾ, ഇന്ധനത്തിനുള്ള ഉത്തരവാദിത്തങ്ങൾ, ക്രൂ മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികൾ, ബാധ്യതകൾ, കേടുപാടുകൾ അല്ലെങ്കിൽ നഷ്ടം, ഇൻഷുറൻസ് കവറേജ്, തർക്കപരിഹാരം എന്നിവ ഉൾപ്പെടെ ചാർട്ടറിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും രൂപപ്പെടുത്തുന്ന ഒരു തരം ചരക്ക് കരാറാണിത്. 3 തരത്തിലുള്ള ചാർട്ടർ പാർട്ടികളാണ് പ്രധാനമായും ഉള്ളത്. ടൈം ചാർട്ടർ. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു കപ്പൽ വാടകയ്ക്കെടുക്കുന്നതിനാണ് ടൈം ചാർട്ടർ എന്ന് പറയുന്നത്. ചാർട്ടറർ പ്രതിദിനം അല്ലെങ്കിൽ പ്രതിമാസം നിരക്ക് നൽകുന്നു. വോയേജ് ചാർട്ടർ. ഒരു പ്രത്യേക യാത്രയ്ക്കായി മാത്രം ഒരു കപ്പൽ വാടകയ്ക്കെടുക്കുന്നതിനാണ് വോയേജ് ചാർട്ടർ എന്ന് പറയുന്നത്. ചരക്കുകളുടെ ഗതാഗതത്തിനായി ചാർട്ടറർ ഒരു നിശ്ചിത നിരക്ക് നൽകുന്നു. ബെയർബോട്ട് ചാർട്ടർ. ജീവനക്കാരോ ഉപകരണങ്ങളോ ഇല്ലാതെ ഒരു കപ്പൽ മാത്രമായി വാടകയ്ക്കെടുക്കുന്നതിനാണ് ബെയർബോട്ട് അല്ലെങ്കിൽ ഡെമൈസ് ചാർട്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റെടുക്കുന്ന കാലയളവിൽ കപ്പലിന്റെ എല്ലാ പ്രവർത്തനത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഉത്തരവാദിത്തം ചാർട്ടറിനായിരിക്കും. ഗതാഗതത്തിനായുള്ള ചരക്കുകളുടെ രസീത് സ്ഥിരീകരിച്ച് ഒരു ഷിപ്പർക്ക്, അതായത് ചരക്ക് ഉടമക്ക്, ഒരു കാരിയർ അല്ലെങ്കിൽ കപ്പൽ ഉടമ നൽകുന്ന നിയമപരമായ രേഖ. ഇത് കടൽ ഗതാഗതത്തിനുള്ള കരാറായും സാധനങ്ങൾക്കുള്ള രസീതായും ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിലായും വർത്തിക്കുന്നു. ഷിപ്പറുടെയും കാരിയറിന്റെയും വിശദാംശങ്ങൾ, കപ്പലിന്റെ പേരും യാത്രാ നമ്പറും, ചരക്ക് വിവരണം, ഭാരം, അളവ്, ചരക്ക് നിരക്കും പേയ്മെന്റ് നിബന്ധനകളും, ലോഡിംഗ് ഡിസ്ചാർജ് പോർട്ടുകൾ, ഗതാഗത നിബന്ധനകളും വ്യവസ്ഥകളും, കേടുപാടുകൾ അല്ലെങ്കിൽ നഷ്ടം എന്നിവയ്ക്കുള്ള ബാധ്യത, കാരിയർ അല്ലെങ്കിൽ ഏജന്റിന്റെ ഒപ്പ് എന്നിവയാണ് ഒരു ബിൽ ഓഫ് ലേഡിംഗിന്റെ പ്രധാന ഉള്ളടക്കം.